ഞങ്ങൾ 3 ആണുങ്ങൾ മക്കൾ, സഹോദരിമാരില്ല. അപ്പം മമ്മി ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. അപ്പം പപ്പാക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അടുക്കള പണി ഒതുക്കിയിട്ടേ പോകാൻ പറ്റൂ. അങ്ങനെ അടുക്കളയായിട്ടുള്ള ബന്ധം തുടങ്ങിയതാണ്. കുഞ്ഞു തുടങ്ങിയതാണ്. ഇന്നും തേങ്ങ തിരുവാനും പാത്രം കഴിവാനും എൻ്റെ കൂടെ നിങ്ങൾ ആര് നിന്നാലും ജയിക്കില്ല. ഇവിടെ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ഒരു അവസരമുണ്ട്. അത് എല്ലാ കടയിലും കിട്ടൂല. മൂപ്പര് പറയാണ് ടേസ്റ്റ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട മേടിച്ചത് മതി. ഒരാളുടെ കയ്യിൽ ഒരാളുടെ കയ്യിൽ പൈസ നമുക്ക് തരുമ്പോഴേ അത് നമുക്ക് ദഹിക്കണമെങ്കിൽ അവർക്ക് തൃപ്തി വരണം. എൻ്റെ ശീലം അതാണ്. ഇത് നെയ്ച്ചോറ് സെറ്റായിട്ട് ഇരിക്കുക കേട്ടോ. സൂപ്പർ. ഇത് ബീഫിൻ്റെ ഒരു മപ്പാസാണ്. കണ്ട, കാണാൻ തന്നെ എന്ത് ഭംഗി. നമ്മൾ നെയ്ച്ചോറും ബീഫ് മപ്പാസും. ഒരു വലിയ ചതിയിൽപ്പെട്ട് എൻ്റെ കടയെല്ലാം പാർട്ണർഷിപ്പായിരുന്നു. ഞാൻ ഒന്നേന്നും പറഞ്ഞുകൊണ്ട് പിടിച്ച് കയറി വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ 2 കിലോ ചിക്കനിലും 1 കിലോ ബീഫിലും തുടങ്ങിയതാണ്. പക്ഷേ നല്ല ഭക്ഷണത്തെ സ്നേഹിക്കുന്ന, കലയെ സ്നേഹിക്കുന്ന, മനുഷ്യനെ സ്നേഹിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് വർക്കലക്കാർ മാത്രമല്ല, ഒരുപാട് പേര് വരുന്നുണ്ട്. കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. ഇവരെല്ലാവരും ഒന്ന് ചേർത്ത് പിടിച്ചപ്പോൾ നമ്മളിതാ ഇന്ന് ഈ കാണുന്ന ഒരു ക്രൗഡിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു. നമ്മുടെ കുട്ടികളാണ് നമ്മുടെ സമ്പത്തെന്ന് പറയുന്നത്. പൈസ വരും പോകും, എല്ലാം പോകും. നമ്മുടെ മക്കളാണ് നമ്മുടെ സമ്പത്ത്. അപ്പോൾ അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. അവരുടെ ഏത് പ്രശ്നത്തിലും, വിഷമത്തിലും സന്തോഷത്തിലും അവരെ ചേർത്ത് പിടിക്കുക. ജീവിതമാണ് ലഹരിയെന്ന് കുട്ടികളെ പഠിപ്പിക്കുക. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വർക്കലയിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ പാതിരാത്രിയായി. സമയം ഇപ്പോൾ 11 മണിയാവാൻ പോണു. രാത്രി 8 മണി മുതൽ വെളുപ്പിന് 4 മണി വരെയുള്ള ഒരു തട്ടുകട എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഈ തട്ടുകടയ്ക്കുള്ള ഒരു പ്രത്യേകത, ലോക റെക്കോർഡ് നേടിയിട്ടുള്ള ഒരു മജീഷ്യനാണ് ഈ തട്ടുകട നടത്തുന്നത്. അത് ചിലപ്പോൾ അങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും അല്ലേ മജീഷ്യൻ ഒരു തട്ടുകട നടത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കടയിലെ വിശേഷങ്ങളാണ്. ഒരുപാട് ഫുഡ് ഐറ്റംസ് ആണ് ഇവിടെ കിട്ടുന്നത്. 1ഉം 2ഉം ഒന്നുമല്ല, ഒരുപാട് വെറൈറ്റി. മാത്രമല്ല വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കിച്ചൺ. നമുക്കിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാം. ലൈവായിട്ട് എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് തരാണ്. അതിലുപരി മജീഷ്യൻ, തട്ടുകട നടത്തുന്ന ആൾ, പാചകക്കാരനൊക്കെ പോട്ടെ, അതിലുപരി ഒരുപാട് മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരു അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് മജീഷ്യൻ ഹാരിസ് താഹ എന്നാണ്. ഇനി വിശേഷങ്ങൾ നമുക്ക് പുള്ളിയോട് തന്നെ നേരിട്ട് ചോദിക്കാം. ഒരു കാര്യം ചെയ്യും, ഒരു ബോട്ടിൽ വെള്ളം എടുത്തോ, പൊട്ടിക്ക് ഒഴിച്ചോ. ഓക്കെ, കുപ്പിയോടെ വയ്ക്കാം. ആ ബോക്സിൽ നിന്ന് ഇഷ്ടമുള്ളൊരു കറൻസി എടുക്കാം. അപ്പോൾ ആ ബോക്സ് തുറന്നു, അതിനകത്ത് നിന്ന് ഇഷ്ടമുള്ളൊരു കറൻസി എടുക്കാം. ഗ്ലാസ് പിടിച്ചോ. അപ്പോൾ സമയം ജസ്റ്റ് ഈ കറൻസി ഞാൻ എടുത്തു. ഈ കറൻസി ഞാൻ ചെയ്യുന്നില്ല. കറൻസി ഞാൻ എൻ്റെ കയ്യിലേക്ക് ഒന്ന് റോൾ ചെയ്തു. കറൻസി ഒന്ന് റോൾ ചെയ്തു. ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് ഊന്നണം. ഇതിലേക്ക് ഊതി. ജസ്റ്റ് വാച്ച് കെയർഫുള്ളി. 1, 2 and 3. For you. കണ്ടോ, കയ്യിലെ പൈസ ഞാനാണ് പൈസ കൊടുത്തത്. അത് ഞാനാണ് അതിൽ നിന്ന് പൈസ എടുത്തത്. പക്ഷെ ആ പൈസേൻ്റെ ഉള്ളിൽ നിന്ന് 2 പൊറോട്ടയുടെ എല്ലാ ഭാഗത്തും കറി അങ്ങ് പിടിക്കും. അപ്പോൾ അത്രയും ടേസ്റ്റും ആവും, സോഫ്റ്റും ആവും. പ്ലേറ്റ് വേണോ? ഇവിടെ വന്നാൽ കുറേ ഐറ്റംസ് ഉണ്ട് കഴിക്കാൻ. ഇതിപ്പോൾ ബീഫ് നല്ല വരട്ടിയെടുത്തതാണ്. കണ്ട, ഇതും ബീഫിൻ്റെ തന്നെ ഒരു ഐറ്റമാണ്, പെരട്ട്. ഇത് ചിക്കൻ കറിയാണ്, ചിക്കൻ പെരട്ട്. നല്ല മണം കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ. മജീഷ്യൻ തട്ടുകട അങ്ങ് നടത്താൻ തീരുമാനിച്ചു അല്ലേ? അതെ. എത്ര വർഷമായി തട്ടുകട? അല്ല, ഇവിടെ ഇപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ ഒരു 7 മാസം ആയതേ ഉള്ളൂ. അതിന് മുന്നേ കോവിഡ് കഴിഞ്ഞപ്പോൾ ഫുഡ് സ്പോട്ട് എന്നുള്ളതാണ് എൻ്റെ ബ്രാൻഡ്. ഫുഡ് സ്പോട്ട് എൻ്റെ ഈ ആർട്ടിസ്റ്റുകളെ ഒന്ന് കൂടെ നിലനിർത്തണം. പ്രോഗ്രാമുകളെല്ലാം പോയി. 30ഓളം ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു.
അപ്പോൾ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ പ്രോഗ്രാമിൻ്റെ ഭാഗമായി നമ്മൾ എന്താണ് ഒരു 3-4 ആളുകൾക്ക്, കാരണം അത് പറയാൻ പാടില്ല, നമ്മുടെ വക ആ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ നിന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പ്രത്യേകിച്ച് എല്ലാം തിരിച്ചു വന്നു. അതായത് സിനിമ തിയേറ്ററിൽ, അതായത് ഫുൾ കവേർഡ് ആയിട്ടുള്ള തിയേറ്ററിൽ ആളുകളിൽ നിന്ന് സിനിമ കാണുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഉത്സവപ്പറമ്പിൽ ആളുകൾ വന്നിരിക്കാൻ പാടില്ല. അങ്ങനെ കുറേ നിയന്ത്രണങ്ങൾ വന്നപ്പോഴത്തേക്കും ഈ സ്റ്റേജ് ഫീൽഡ് ഫുള്ള് അങ്ങ് താഴെ പോയി. ശരിക്കും എന്താണ്, ഭാര്യയുടെ കെട്ടുതാലി ഉൾപ്പെടെ വീടിൻ്റെ ആധാരം ഉൾപ്പെടെ പണയം വെച്ച് പ്രോഗ്രാം ഇറക്കിയ ആളുകളുണ്ട്. അവരെല്ലാം കുത്തുപാളെടുത്തു. നമ്മൾ ഇങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുന്നു എന്ന് പറയാം. അപ്പോൾ ഞാൻ എൻ്റെ ആർട്ടിസ്റ്റുകളെ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ഒരു സംഭവമാണ് ഫുഡ് സ്പോട്ട് എന്നുള്ളത്. കാരണം വളരെ മുമ്പേ മനസ്സിലുണ്ടായിരുന്നൊരു പ്രോജക്റ്റാണ്. അതിൻ്റെ ഒരു മിനിയേച്ചറായിട്ടാണ് തുടങ്ങിയത്. അത് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതിൻ്റെ ഭാഗമായി തന്നെ ഒരു ദോശക്കട, 35 വെറൈറ്റി ദോശകൾ വെച്ചുകൊണ്ട് മാത്രം ഒരെണ്ണം ചെയ്തു. അങ്ങനെ പല വെറൈറ്റീസ്. കാരണം നമ്മുടെ നാട്ടുകാർക്ക് നല്ല വെറൈറ്റി ഫുഡ് കൊടുക്കുക എന്നുള്ളതായിരുന്നു കൺസെപ്റ്റ്. രക്തദാനം ചെയ്യുന്ന ആളുകൾ സർട്ടിഫിക്കറ്റുമായിട്ട് വന്നാൽ സമ്മാനം കൊടുക്കും. അതെ, അതെന്താ സംഗതി? 2000 ഞാൻ പോകുമ്പോൾ ഇവിടെ ഒരു മിഷൻ ഹോസ്പിറ്റലുണ്ട്. ഞാൻ കയറി ചെല്ലുമ്പോൾ ഒരാൾ ഓടി വന്ന് എൻ്റെ കാലിൽ കെട്ടിപ്പിടിക്കുക. എന്നേക്കാൾ പ്രായത്തിന് മൂത്തൊരു മനുഷ്യൻ. അദ്ദേഹം വിറയ്ക്കുകയാണ്. എന്നാൽ ഇന്നും എനിക്കത് പറയുമ്പോൾ ആ ഫീൽ എനിക്കുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ട്രാൻസ്ഫറായി വന്നതാണ്, വൈഫ് പ്രഗ്നൻ്റാണ്. വരുന്ന വഴിക്ക് ഇവിടെ വന്ന് ഇറങ്ങുന്ന സമയത്ത് പടിയിൽ സ്ലിപ്പായി ആ സ്ത്രീക്ക് ബ്ലീഡിങ് ആയി. നെഗറ്റീവ് ഗ്രൂപ്പാണ്. ആടുത്ത് വെച്ചിട്ടൊന്നും അറിയാൻ പോയി. അന്ന് വെട്ടൂർ പുരുഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, അത് മരണപ്പെട്ടു പോയി. അപ്പോൾ പുരുഷണ്ണൻ്റെ അടുത്ത് അന്ന് അദ്ദേഹം മിഷൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്. ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞു വലിയ കക്ഷിയെ കണ്ടാൽ കാര്യം നടക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം ഓടി വന്നത്. ഞാനൊന്ന് സംഘടിപ്പിച്ച് കൊടുത്തു. പക്ഷേ ശാസ്ത്രം ഇത്രയും പുരോഗമിച്ചിട്ടും കൃത്രിമമായി ഉണ്ടാക്കാൻ കഴിയാത്ത 2 കാര്യങ്ങളിൽ ഒന്നാണ് മനുഷ്യരക്തം എന്ന് പറയുന്നത്. മറ്റത് മനുഷ്യൻ്റെ കണ്ണാണ്, റെറ്റിനയാണ്. എനിക്ക് 18 വയസ്സ് പൂർത്തിയായപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ പോയി എൻ്റെ 2 കണ്ണും ദാനം ചെയ്യുകയും ബ്ലഡ് RCC കൊണ്ടുപോയി ഡൊണേറ്റ് ചെയ്യുകയാണ്. ഇന്ന് വരെ 69 പ്രാവശ്യത്തോളം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 25 വർഷമായി 2000 മുതൽ ഇതുവരെ ഏതാണ്ട് ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഒരു പൈസ പോലും വാങ്ങാതെ രക്തം സംഘടിപ്പിച്ച് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ രക്തദാനത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ എന്നെക്കൊണ്ട് കഴിയുന്ന ഒരു കാര്യമാണ്. ആർക്ക് കൊടുത്താലും വരുന്നുണ്ട്. പലരും വന്നിട്ട് ചോദിക്കുമ്പോൾ ഈ രക്തദാനം എന്താണെന്ന് പോലും അറിയാത്ത ചെറുപ്പക്കാരുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴുള്ള യുവതലമുറയിൽ ശരിക്കും നമുക്ക് ഒരുപാട് അഭിമാനമുണ്ട്, പക്ഷേ ഒരുപാട് പ്രയാസവുമുണ്ട്. അവരെ ഒന്ന് അവയർനെസ് ചെയ്താൽ, അവരൊന്ന് മോട്ടിവേറ്റ് ചെയ്താൽ നമ്മുടെ ബ്ലഡ് ബാങ്കുകൾ നിറയും. പലപ്പോഴും ഇന്നലെ കൂടി ഒരു O നെഗറ്റീവ് ബ്ലഡ് കിട്ടാത്തത് കൊണ്ട് സർജറി നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ വലിയ സങ്കടമാണ്. അപ്പം നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അതിൻ്റെ അവയർനെസ് കൊടുക്കുക. കാരണം ഇവിടെ വരുന്ന ഏതാണ്ട് ഞങ്ങളുടെ ഈ 7 മാസത്തിനിടയ്ക്ക് എങ്ങനെ പോയാലും ഒരു 100-300 പേരെ കൊണ്ട് ഇവിടെ കൊണ്ട് മാത്രമേ ഞാൻ കൊടുത്ത് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കടയുടെ പേരിൽ തന്നെ ഒരു ബ്ലഡ് ഡൊണേഴ്സ് ഫോറം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ ഉണ്ടായിരുന്നു. വീട്ടിൽ ആര് ചെന്ന് ചോദിച്ചാലും എടുത്തു കൊടുക്കും. ഏതോ ഒരു ചങ്ങാതി, ഒരു മഹത് വ്യക്തി, ആ മഹത് വ്യക്തിയെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊള്ളാം. കാരണം ആ ചങ്ങാതി വന്ന് ഇതെടുത്ത് കൊണ്ടുപോയി വീട്ടിന് മുറ്റത്തുനിന്ന് വിളിച്ചിട്ട് അതും കൊണ്ട് ഒരൊറ്റ പോക്കങ്ങ് പോയി. അദ്ദേഹത്തിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അനാവശ്യമാണ്. ഏതാണ്ട് എനിക്ക് നഷ്ടപ്പെട്ടത് 6000-ൽ പരം ആളുകളുടെ ഡേറ്റാസാണ്. അതെ, എല്ലാം കൂടി പോയപ്പോൾ അടപടലെ നമ്മളങ്ങ് ഡൗൺ ആയി. കാരണം ഇപ്പോഴും ആളുകൾ വിളിച്ച് പലരും പറയുന്നത് പൈസ മുതൽ തരാമെന്നാണ്. പക്ഷേ ഇന്നുവരെ ഒരു പൈസ പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. എൻ്റെ കയ്യിലെ പൈസ മുടക്കി എൻ്റെ വണ്ടിയിൽ ഞാനിവിടെ നാളെ കൊണ്ടുപോയി തിരുവനന്തപുരത്ത് RCCയിലും ശ്രീത്തിലും കൊണ്ടുപോയി ബ്ലഡ് ഡൊണേഴ്സ് ക്യാമ്പ് നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആര് വന്നാലും നമ്മുടെ സ്പെഷ്യൽ ഫുഡ് എന്താണോ അത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്പെഷ്യൽ സമ്മാനം കൊടുത്തിരിക്കും. കാരണം അത് സഹജീവി സ്നേഹത്തിന് നമ്മുടെ സപ്പോർട്ടാണ്, നമ്മുടെ ഒരു സമ്മാനമാണ്. അത് ആർക്ക് കൊടുത്താലും. കാരണം ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു കല്യാണമായാലും മറ്റെന്തായാലും ജാതി മതവും ചോദിക്കും. ഇവിടെ ഗ്രൂപ്പ് മാത്രമേ ചോദിക്കൂ. വേറെ നീ ഹിന്ദുവാണോ, എനിക്ക് നിൻ്റെ മതി, നീ മുസ്ലിമാണോ, നീ ക്രിസ്ത്യനാണോ, എനിക്ക് നിൻ്റെ മതി എന്ന് പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. ബ്ലഡ് വേണം എന്ന് മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ അത് ഇനിയും മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 33 വർഷമായിട്ട് പ്രൊഫഷണൽ മാജിക് രംഗത്തുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതെ, ഓക്കെ. ഫാസ്റ്റസ്റ്റ് മജീഷ്യൻ ഇൻ ദ വേൾഡ് എന്നുള്ളതാണ് എൻ്റെ റെക്കോർഡ് ടൈറ്റിൽ. കേരളത്തിൽ ആദ്യമായി സ്വന്തമായി അറ്റംപ്റ്റ് ചെയ്ത് വേൾഡ് റെക്കോർഡ് നേടിയ മജീഷ്യൻ ഞാനാണ്. ആ വേൾഡ് റെക്കോർഡ് തന്നെ 2 മെസ്സേജ് ഉൾപ്പെടുത്തിയാണ് ചെയ്തത്. അതായത് അന്ന് ഫേസ്ബുക്കിൽ നോ മോർ മിസ്സിങ് എന്നൊരു
പേജ് ഉണ്ടായിരുന്നു. അതായത് നമ്മളിപ്പോൾ ഒരു കുട്ടിയെ കാണാതായി, ആ ഒരു കുട്ടിയെ നമ്മൾ ഒറ്റപ്പെട്ട ഒരു കുട്ടിയെ നമുക്ക് കണ്ടു കിട്ടി. അപ്പോൾ ആ കുട്ടിയെ കണ്ടാൽ നമ്മൾ നോർമലി പോലീസിനെ അറിയിക്കും. ഒരു 25% ആൾക്കാർ മൈൻഡ് ചെയ്താൽ പോകും. ഒരു 25% അല്ലെങ്കിൽ 30% ആൾക്കാർ പോലീസിനെ അറിയിക്കും. ഒരു 40% ആൾക്കാർ ചൈൽഡ് ലൈനെ കൂടെ അറിയിക്കും. അതായത് 1098 എന്നുള്ളതാണ് ചൈൽഡ് ലൈൻ്റെ നമ്പർ. ചിലർ 1098 എന്ന് പറയും. ഞാൻ കുട്ടികളെ ഫീൽഡിൽ കൂടെ വന്നൊരു വ്യക്തിയാണ്. അതായത് എൻ്റെ കുട്ടിക്കാലത്ത് നല്ല വിക്കുണ്ടായിരുന്നു. എനിക്ക് വീട്ടിൽ വന്ന ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് ഹലോ എന്ന് പറയാൻ പറ്റാതെ ഞാൻ കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ബാലസംഘം എന്ന് പറയുന്ന കുട്ടികളുടെ പ്രസ്ഥാനത്തിലൂടെയാണ് ഞാൻ ഇന്ന് ഇവിടെയെങ്കിലും ഞാൻ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏത് കാര്യത്തിനും ഞാനുണ്ടാവും. അത് അധ്യാപകനുമാണ്. അപ്പോൾ നോ മോർ മിസ്സിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ പോലീസിനെയും ചാലിനെയും അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ഈ നോ മോർ മിസ്സിങ്ങിൻ്റെ പേജിൽ ഈ കുട്ടിയുടെ ഒരു ഫോട്ടോ എടുത്ത് ആ പേജിൽ അപ്ലോഡ് ചെയ്തിട്ട്, ഇപ്പോൾ ഉദാഹരണം വർക്കല റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ വർക്കല മൈതാനത്ത് നമ്മൾ ഈ കുട്ടിയെ കിട്ടി, ഈ കുട്ടി ഇപ്പോൾ വർക്കല പോലീസിൻ്റെ അണ്ടറിലുണ്ട് എന്ന് പറഞ്ഞാൽ നാഷണൽ ലെവലിൽ ഈ കുട്ടിയെ അതെ, അതായത് കുട്ടികൾ നഷ്ടപ്പെട്ട പേരൻസും അവരുടെ റിലേറ്റീവ്സും ഈ പേജ് ഒന്ന് വാച്ച് ചെയ്താൽ കുട്ടിയെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ബോളിവുഡിലെ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ജോൺ അബ്രഹാം ഉൾപ്പെടെയുള്ള ആളുകളൊക്കെയാണ് അതിൻ്റെ അംബാസഡർമാരായിട്ട് നിന്നിട്ടുള്ളത്. അപ്പോൾ ഒന്ന് അതിൻ്റെ ഒരു പ്രചരണം. 2 എന്ന് പറയുന്നത് ഹരിത കേരളം, അത് മാലിന്യമുക്ത കേരളം എന്നുള്ള ഒരു മിഷൻ കൂടെ എടുത്തുകൊണ്ടാണ് ഈ 2 മെസ്സേജ് കൊടുത്തുകൊണ്ടാണ് 12 മണിക്കൂർ കൊണ്ട് 30 സ്ഥലത്ത് 30 സ്റ്റേജിൽ 30 പ്രോഗ്രാം അവതരിപ്പിച്ചത്. അതാണ് റെക്കോർഡ്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ മജീഷ്യൻ എന്നുള്ളത് 12 മണിക്കൂർ കൊണ്ട് 30 സ്ഥലങ്ങളിൽ. ഹാരിസ് താഹ. അതെ, യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ, യൂട്യൂബിലോ ഗൂഗിളിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. എൻ്റെ ഈ പേരിൽ തന്നെ യൂട്യൂബ് ചാനലും ഉണ്ട് നമുക്ക്. അതെ, നോർമലി നമ്മുടെ സമയം എന്ന് പറയുന്നത് 6 മണി തൊട്ട് 2 മണി വരെയാണ്. നോമ്പായതുകൊണ്ട് 8 മണി തൊട്ട് 4 മണി വരെയാണ് നമ്മുടെ സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അത്താഴം ഉൾപ്പെടെ അത്താഴക്കട എന്ന് പറഞ്ഞുകൊണ്ട് വൈകുന്നേരം രാത്രി 8 മണി തൊട്ട് വെളുപ്പിന് 4 മണി വരെ നമ്മളിവിടെ ഉണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ദൂരെ നിന്ന് കൊല്ലത്തു നിന്നൊക്കെ അത്താഴം കഴിക്കാൻ വേണ്ടി മാത്രം വരുന്ന ആളുകളുണ്ട്. ബാലരാമപുരത്തു നിന്ന് ഒരാൾ വന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നോർമലി ചിക്കൻ്റെ 3 ഐറ്റം, ബീഫിൻ്റെ 4 ഐറ്റം. ഈ 4 എന്നത് ഒന്നുകിൽ ബീഫ് കറി അല്ലെങ്കിൽ ബീഫ് മപ്പാസ്, ഏതെങ്കിലും ഒന്നിന് നമ്മളങ്ങ് ഒതുക്കും. കാര്യം മപ്പാസ് തേങ്ങാപ്പാലിൽ ചെയ്യുന്നതായതുകൊണ്ട് ഈ വെളുപ്പാങ്കലം വരെ ഇരിക്കുക എന്നുള്ളൊരു ഒരു വലിയ ടാസ്ക്കാണ്. പിന്നെ വെജ്ജൂടെ കൂട്ടി 8 ഐറ്റം ഉണ്ടാവും. പൊറോട്ടയിൽ നോർമലി 30ഓളം വെറൈറ്റി പൊറോട്ട നമുക്കുണ്ട്. അപ്പം എല്ലാ ദിവസവും എല്ലാം ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഇപ്പം നമ്മുടെ സാഹചര്യം വളരെ ഒരു പരിമിതമായതുകൊണ്ട് മിനിമം ഒരു 5 മുതൽ 8 വരെ ഐറ്റംസ് പൊറോട്ട ഉണ്ടാവും. ഉണ്ട്, എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും നമ്മളുണ്ട്. നോമ്പ് കഴിഞ്ഞാൽ 6 മണി മുതൽ ഒരു 2 മണി വരെ, നോർമലി 2 മണി. പക്ഷേ ഒന്നുകൂടെ പറയാം, അതിന് മുമ്പ് ഫുഡ് തീർന്നാൽ നമ്മൾ ക്ലോസ് ചെയ്യും. കാരണം എനിക്ക് 9:30 തീർന്നിട്ടുണ്ട്. 9:30 ഞാൻ 3:30 മണി വരെ എഴുന്നിട്ടുമുണ്ട്. എൻ്റെ അടുത്ത ഒരു ഗിന്നസ് റെക്കോർഡിന് വേൾഡ് റെക്കോർഡ് ഗിന്നസിൻ്റെ അറ്റംപ്റ്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. പിന്നെ ഇപ്പോഴത്തെ ഒരു മയക്കുമരുന്നിന് എതിരായിട്ടുള്ള, അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാഹസിക ജാലവിദ്യകൾ ചെയ്യാനുള്ള അവാർഡ് വാങ്ങിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അതായത് തോക്കിൽ നിന്ന് വെടിവെക്കുന്ന ബുള്ളറ്റിനെ പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുന്ന ബുള്ളറ്റ് ക്യാച്ചിങ് ഉൾപ്പെടെ ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ മരണപ്പെട്ടിട്ടുള്ള ഒരു മാജിക്കാണ്. മാജിക്കിൻ്റെ ഹിസ്റ്ററി തന്നെ പറയുന്നത് മോസ്റ്റ് ഡേഞ്ചറസ് മാജിക് ഇൻ ദ വേൾഡ് എന്നാണ്. അതുൾപ്പെടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ലോകത്തിൽ ആരും ചെയ്യാത്ത ഒരു അണ്ടർ വാട്ടർ എസ്കേപ്പ് ഏപ്രിൽ മാസം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് ഇതിനിടയിലുണ്ട്. താങ്ക് യു. അപ്പോൾ ആ പ്രോഗ്രാം ഞാൻ അറിയിക്കാം, വരണം. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരോടും, കാരണം നമ്മുടെ കുട്ടികളാണ് നമ്മുടെ സമ്പത്തെന്ന് പറയുന്നത്. പൈസ വരും പോകും, എല്ലാം പോകും. നമ്മുടെ മക്കളാണ് നമ്മുടെ സമ്പത്ത്. അപ്പോൾ അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. അവരുടെ ഏത് പ്രശ്നത്തിലും, വിഷമത്തിലും സന്തോഷത്തിലും അവരെ ചേർത്ത് പിടിക്കുക. ജീവിതമാണ് ലഹരിയെന്ന് കുട്ടികളെ പഠിപ്പിക്കുക. അതാണ് തന്നെയാണ് എൻ്റെ ഒരു ക്യാപ്ഷനാണ്. വളരുന്ന യുവത്വം തളരാതിരിക്കാൻ വേണ്ടിയാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകണം, എല്ലാവരുടെ പ്രാർത്ഥനയും ഉണ്ടാകണം. ഞങ്ങളുടെ ഈ ഒരു കൊച്ചു സംരംഭമാണ്. കട ഉള്ള കാലം, കാരണം പോലീസുകാരായാലും മുനിസിപ്പാലിറ്റിക്കാരായാലും ജനപ്രതിനിധികളായാലും എല്ലാവരും വൻ സപ്പോർട്ടാണ്. കട ഉള്ള കാലം വരെ ഒരു മായവും ചേർക്കാതെ നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് കൺസെപ്റ്റ്. അപ്പോൾ
കഴിക്കണം. ബാബു നമ്മൾ ഉണ്ടാക്കിയ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ നിങ്ങളെക്കാത്ത് തണുത്തിരിക്കുകയാണ്. കഴിക്കണം. അത് കഴിച്ച് അഭിപ്രായവും പറഞ്ഞിട്ട് വേണം പോകാൻ. എന്താ ജെനുവിനായിട്ട് പറയണം. കാരണം പോരാക്കുറവുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ തിരുത്തും. നല്ലത് ആണെങ്കിൽ നല്ലതെന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളും. ഇതിനെന്താ പേര് പറയല്? പഴംപൊരി ബീഫ് മുഹബത്ത്. പഴംപൊരി ബീഫ് മുഹബത്ത്. പിന്നെ ഉള്ളത് ഉള്ളിവട ചിക്കൻ കടുപിടി. ഇതാണ് ആ സംഭവം. പഴംപൊരി ഇങ്ങനെ അരിഞ്ഞിട്ടിട്ടുണ്ട്. തക്കാളിയും സവാളയും ബീഫും എല്ലാം കൂടെ ചേർത്ത് തരും. നമുക്ക് കഴിച്ചു നോക്കാം അല്ലേ? കൊള്ളാം. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നമ്മൾ ഈ ചൈനീസ് ഐറ്റമൊക്കെ കഴിക്കില്ല അതുപോലെ ചെറിയൊരു മധുരവും ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ പഴംപൊരിയും ബീഫും കോംബോ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇത് നല്ല ഇഷ്ടപ്പെടും. ചിലവർക്ക് ഈ മധുരവും ഉപ്പും എരിവും എല്ലാം കൂടെ ചേർന്ന് ഇഷ്ടപ്പെടില്ലാത്തവരുണ്ടല്ലോ. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇത് ഇഷ്ടപ്പെടില്ല. അതൊരു വെറൈറ്റി കഴിച്ചു നോക്കാം. ഇപ്പോൾ നമ്മൾ എന്തുട്ടാ പറയുക? പാൽ പൊറോട്ട. പൊറോട്ടയിൽ തന്നെ 7-8 വെറൈറ്റി ഇവിടെ വന്നാൽ കിട്ടും. ചിക്കൻ കറി അല്ലേ പൊരിച്ചത്? തേങ്ങാപ്പാൽ ഒഴിക്കുന്നതുകൊണ്ടാണ് പാൽ പൊറോട്ട എന്ന് പേര്. കാരണം കുതിർന്ന് കഴിയുമ്പോൾ മണി കഴിക്കാൻ ഈ കുഞ്ഞുവാവ ഈ പ്രായമുള്ള കുഞ്ഞുവാവരുണ്ടല്ലോ അവരെ വലിയ ഒഴിഞ്ഞു പോയവർക്കാണെങ്കിൽ ഇവിടുത്തെ പാൽ പൊറോട്ട കഴിച്ചു നോക്കാവുന്നതാണ്. അല്ല, നമ്മുടെ ഇടവേള കടയിൽ ഒരു പ്രായമുള്ള ഒരാൾ, പെൻഷൻ പറ്റിയ ഒരാളാണ്. അദ്ദേഹത്തിന് പൊറോട്ട കഴിക്കുന്നത് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അദ്ദേഹം എപ്പോഴും പറയും എനിക്ക് കഴിക്കാൻ പറ്റില്ല, പക്ഷെ നിങ്ങളുടെ പൊറോട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ, നിങ്ങൾ കട മതിയാക്കിക്കൊണ്ട് എനിക്കാണ് നഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും പറയുന്നൊരു ചങ്ങാവിയാണ്. അതെ, ഉള്ളിയുണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്, മുന്തിരിയുണ്ട്, എല്ലാം ഉണ്ട്. ഇതിന് തന്നെ നമുക്ക് പാൽ പൊറോട്ട ഇല്ലാതെ, പാലില്ലാതെ ദം പൊറോട്ട ഉണ്ട്. അതെ അതെ, ചട്ടിയോടുകൂടി. ചട്ടിക്ക് വേണ്ടി മാത്രം വന്ന് ഈ സാധനം വാങ്ങുന്ന ആൾക്കാരുണ്ട്. അതെ 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 അതെ. ഇതാണ് കേട്ടോ നേരത്തെ കാണിച്ചില്ലേ, ചട്ടിയിൽ വെച്ചിട്ട് കുക്ക് ചെയ്ത ഒരു പൊറോട്ട, പാൽ പൊറോട്ട പറഞ്ഞിട്ട്. ഇതാണ് ഇപ്പോൾ അവസ്ഥ. നല്ല കുതിർന്നിരിക്കുകയാണ് തേങ്ങാപ്പാലില്. ഇതാ നോക്ക്, കണ്ട ചിക്കൻ ഫ്രൈ ഉണ്ട്, കറി ഉണ്ട്. എൻ്റെ കയ്യിൽ ഒരു 4 കളർ സിൽക്ക് ഇരിപ്പുണ്ട്. ഇഷ്ടമുള്ളവരെണ്ണം എടുക്കാം. ഓക്കെ ശരി, ഇഷ്ടമുള്ളവരെണ്ണം എടുക്കാം. ഓക്കെ, കുഴപ്പമില്ല. സമയം ഒന്നുകൂടെ എടുക്കാം ഇഷ്ടമുള്ളത്. ഓക്കെ, അപ്പം 4 കളർ സിൽക്കാണ്. കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഓരോന്ന് ഓരോന്നായിട്ട് കാണിച്ചു കൊടുക്കും. ഓക്കെ, പച്ച. ഓക്കെ, അപ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാൻ ചുവപ്പ് ഞാൻ എൻ്റെ കയ്യിലേക്ക് ഇട്ടു. സമയം ഒരെണ്ണം പോയി. ഓക്കെ ശരി, ഒരെണ്ണം വെച്ചോ. സമയം ഒന്നുകൂടെ വെച്ചോ. ഓക്കെ, അപ്പം 4 കളർ സിൽക്കാണ് അല്ലേ? ഒന്ന് എൻ്റെ കൈക്കകത്തേക്ക് കുത്തി വയ്ക്കാം. ഓക്കെ ഓക്കെ, ഇതിനെ എൻ്റെ കൈക്കകത്തേക്ക് വെച്ചേക്കാണ്. ഒന്ന് ഇവിടെ ഇതിനെ കറക്റ്റ് വെച്ചു. ഇനി കൈ ഒന്ന് മുമ്പോട്ട് നീട്ടണം. ഞാൻ ഇതിനെ നല്ലതുപോലെ ഈ 4നും കൂടെ ചുരുട്ടിക്കൂട്ടി കയ്യിലേക്ക് തരാം. ടൈറ്റ് ചെയ്ത് പിടിച്ചു, തുറക്കരുത്. ഞാനൊന്നും ചെയ്യുന്നില്ല. ഒരല്പം മാജിക്കിൻ്റെ പൗഡർ എടുത്ത് ഞാനിവിടെ ഡ്രോപ്പ് ചെയ്തു. ശരിയൊന്ന് ഊതിക്കേ, തുപ്പരുത്. ഒന്ന് ഊതിക്കേ. ഓക്കെ, സമയം പതുക്കെ കൈ തുറക്കണം. ഇഷ്ടമുള്ള ഒരു സിൽക്ക് പുറത്തേക്ക് എടുക്കണം. പതുക്കെ കൈ തുറന്ന് ഇഷ്ടമുള്ള സിൽക്ക് പുറത്തേക്ക് എടുത്തോളൂ. അയ്യോ പൊട്ടിപ്പോയി. അടിപൊളിയല്ലേ? കണ്ടോ, 4 കഷ്ണമായിരുന്നു. അത് ജോയിന്റ് ആയി. പക്ഷെ ഞാൻ മാത്രം കഴിക്കൂല, എനിക്ക് മുട്ട പ്രശ്നമാണ്. മുട്ടയും പഞ്ചസാരയും ഏത്തപ്പഴവും ആണ് വേണ്ടത്. പിന്നെ അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർക്കുന്നത്. ഇതാണ്
കേട്ടോ. നിങ്ങളിപ്പോൾ കണ്ട ആ സാധനം ഞാൻ ആദ്യമായിട്ട് കാണാം ഇങ്ങനൊരു പ്രോപ്പർട്ടി. പേരൊന്നുകൂടി പറ. ഗുലാബി. ഗുലാബി. എന്നാലും ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പേരും. ഭയങ്കര ചൂടാണ്, ഒന്ന് തണുത്തിട്ട് കഴിക്കാൻ. എനിക്ക് തോന്നുന്നത് അത്ര ചൂടിനെ കഴിക്കേണ്ട സംഗതി അല്ല, ചെറു ചൂട് കഴിക്കേണ്ട സാധനമാണ്. ഇപ്പൊ നമ്മൾ എടുത്തല്ലേ ഉള്ളൂ. അതെ, ആ സാധനം നമ്മൾ ചൂടാറാൻ വെച്ചിട്ട് പോയില്ലേ, ഇനി ഒരു കഷ്ണം ബാക്കിയുള്ളൂ. കൊച്ചുങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുവേ. നല്ല മധുരം, ആ മുട്ടയുടെ ഒരു സ്വാദ്. ഏത്തപ്പഴം എന്തായി നമ്മൾ നോക്കി, ഏത്തപ്പഴം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫില്ലായിട്ട് വന്ന്, പിന്നെ ഇതിൻ്റെ മേലെ കൂടി ഈ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുണ്ടേ. അപ്പോൾ അതിൻ്റെ ഒരു മധുരം എല്ലാം കൂടെ മൊത്തത്തിൽ അടിപൊളിയാണ്. ശരിക്കും എനിക്കാണിത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരെണ്ണം മേടിച്ച് കഴിക്കാമെങ്കിൽ. അപ്പോഴേ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ ആളുടെ നമ്പറും കൊടുത്തിട്ടുണ്ട്. ശരിക്കും വർക്കല മൈതാനം അല്ലേ? ഇവിടെ സ്വയംവര സിൽക്സ് ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ്. പിന്നെ ഇവിടെ എന്താ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, അതിൻ്റെ നടയിൽ തന്നെയാണ് ഇവരിയ്ക്കുക. അപ്പോൾ ഈ കട ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, കിടിലൻ ഐറ്റമൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ കുറച്ച് പേര് പറയും എന്താണെന്ന് ക്ഷീണം വയ്യെന്നൊക്കെ ചോദിക്കും. എന്താ വെച്ചാലേ എൻ്റെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത് ഒരു 7:30 മണിക്ക് ഭക്ഷണം കഴിക്കുക, ഒരു 9:45 എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങുക എന്ന് പറയുന്നത്. പിന്നെ അതൊക്കെ താളം തെറ്റിയിട്ട് മണി 11:30 ആവാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഉറക്കം നല്ലോണം എൻ്റെ കണ്ണിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം 8 മണിക്ക് എത്തിയതാണ്. 8 മണിക്ക് വന്നതാണ്. ഇപ്പോൾ ഇത്ര സമയമായി. ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു തിരക്ക് ഒക്കെ ഒഴിഞ്ഞ് നമുക്ക് വലിയ ബഹളത്തിൻ്റെ ഇടയിൽ ഷൂട്ട് ചെയ്താൽ അതൊരു സുഖമാവില്ല, അത് ആസ്വദിച്ച് എനിക്ക് കഴിക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്തു, അതുകൊണ്ട് എത്ര ലേറ്റായി കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ചോറുണ്ടതാണ്, വൈകുന്നേരം ഞാൻ ഒരു ചായയും കുടിച്ചതാണ്. നേരം വെളുച്ചാകുമ്പോൾ മുതൽ നോമ്പ് പിടിച്ച ആളുകളാണ് ഇതേ ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ്. ഇപ്പോഴാണ് കഴിച്ചത്, നോമ്പ് മുറിച്ചിട്ട് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ, നോമ്പ് മുറിക്കൽ മാത്രമേ നടത്തിയുള്ളൂ. അപ്പോൾ എനിക്ക് ശരിക്കും അതിശയമാണ് അതൊക്കെ. അത് ഓരോ അവരുടെ ആചാരങ്ങളാണെങ്കിൽ പോലും ഇത്രയും ഈ ചൂടത്തും അവരതൊക്കെ അനുഷ്ഠിക്കുന്നതല്ലോ. എന്ത് ചൂടാണ്, അപ്പോൾ വെള്ളം പോലും കുടിക്കാതെ ഇത്രയും സമയം നിന്ന് ഇനിയിത് രാത്രി വെളുക്കുവോളം ഇവിടെ നിന്ന് ജോലി ചെയ്യുവാണ്. അപ്പോൾ അത് നമുക്ക് ഞാൻ ഉള്ളിൽ തട്ടിയിട്ട് തന്നെ പറയുകയാണ്, ഭയങ്കര റെസ്പെക്റ്റാണ് അതൊക്കെ കാണുമ്പോൾ തന്നെ. അപ്പോൾ പറഞ്ഞത് എന്താ പറയുക, വർക്കല ബിവറേജസിന് തൊട്ടടുത്താണ്. അപ്പോൾ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ അതും എളുപ്പമാണ്. ഇവിടെ നിന്ന് ഈ ബീച്ചിലേക്ക് എത്ര ദൂരം? അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഈ നെയ്ച്ചോറും ഇത് മപ്പാസ് ബീഫ് കറി വേണമെങ്കിൽ ഉണ്ട്, ഫ്രൈ ഉണ്ട്, പെരട്ടുണ്ട്. ബീഫിൽ തന്നെ 3-4 ഐറ്റം ഉണ്ട്. പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടോണ്ടാട്ടോ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കഴിച്ച് നോക്കിയിട്ട് മേടിക്കാം. അങ്ങനെയുള്ള കടകൾ കുറവല്ല, കയ്യിൽ കുറച്ച് തരും, ഇത് നമുക്ക് ഇഷ്ടമുള്ളത് മേടിക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് ബീഫ് കറിയും ബീഫ് മപ്പാസും രണ്ടും എൻ്റെ കയ്യിൽ തന്നു. അപ്പോൾ ഏത് വേണമെന്ന് ചോദിച്ചപ്പോൾ എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. കാരണം തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കുരുമുളക് പൊടിയുടെ ഒരു ഫ്ലേവറൊക്കെ ചേർത്ത് ഒരു ഇളം പച്ച പോലത്തെ ഒരു ക്യാമറയിൽ എങ്ങനെ കാണുമെന്തോ അങ്ങനത്തെ കളറിലൊക്കെ ഇരിക്കണ സൂപ്പർ ഒരു കറിയാണ് ഇത്. പൊറോട്ടേൻ്റെ കൂടെയും അടിപൊളിയായിരിക്കും കേട്ടോ. നെയ്ച്ചോറും അതുപോലെ തന്നെ. ഇപ്പോൾ ഇച്ചിരി ചൂടൊക്കെ ആറി തണുത്തു, പക്ഷേ ഇവിടെ ചൂടിനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ആദ്യം ടേസ്റ്റ് നോക്കിയായിരുന്നു. ഞാൻ അന്നേരം ഇതുപോലെ എൻ്റെ കയ്യിലേക്ക് ഇട്ട് തന്നിട്ടാണ്. അപ്പോൾ അടിപൊളിയായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഇതിൻ്റെ ഒന്നും ആളേ അല്ല, എനിക്ക് തോന്നുന്നു എൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണമല്ല, ഞാൻ പറയാറില്ല ബിരിയാണിയും നെയ്ച്ചോറൊന്നും. പക്ഷേ അന്നേരം ഞാനത് കൊള്ളാമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, അത്ര ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക. ഒരുപാട് രുചി കാഴ്ചകളുണ്ട് ഇവിടെ വന്നാട്ടോ. പിന്നെ ഒരു ജോലി ഒരാൾ ആസ്വദിച്ച് ചെയ്യുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ്. നമുക്കതൊരു പണിയായിട്ട് തോന്നാതെ ചെയ്യുക എന്ന് പറയുന്നത്. അതൊരു പക്ഷേ അദ്ദേഹം ഒരു കലാകാരനായതുകൊണ്ടുകൂടി ഒരു അധ്യാപകനായതുകൊണ്ടുകൂടി ഒക്കെ ആയിരിക്കാം അത്രമേൽ ആസ്വദിച്ചിട്ടാണ്. പിന്നെ പാചകം പോലൊരു കാര്യത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ക്ഷമ എന്ന് പറയുന്നത്. അതും അതിൻ്റെ നെല്ലിപ്പടിയിലെത്തി നിൽക്കുന്ന അതും നമ്മൾ കണ്ടു. കാരണം അത്രയേറെ തിരക്കാണ്. നേരത്തെ പറഞ്ഞതുപോലെ നോമ്പ് തുറന്ന് അതിൻ്റേതായിട്ടുള്ള അവരുടെ വ്യക്തിപരമായിട്ടുള്ള അവരുടെ കാര്യങ്ങളും പലതും മാറ്റി വെച്ചിട്ട് ആളുകളെ അധികം നേരം നിർത്താതെ പറഞ്ഞു വിടാനുള്ള ആ ഒരു ക്ഷമയും മറ്റുള്ളവരോടുള്ള പരിഗണനയും നിങ്ങൾ തന്നെ കേട്ടതാണല്ലോ അദ്ദേഹം പറയുന്ന വാക്കുകളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യനെ കൂടി പരിചയപ്പെടുത്തിയതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കഴിച്ചു നോക്കിക്കോ, ഒരിക്കലും അതൊരു നഷ്ടം വരില്ല. ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിത്തരും, ഏത് സാധനം എങ്ങനെ ചൂടാക്കി തരണം എന്ത് വേണമെങ്കിലും ചെയ്തു തരുന്ന അത്രയേറെ ക്ഷമയോടുകൂടി കാര്യങ്ങൾ നീക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം.